മിനി വ്ളോഗാണ് കേട്ടോ. നമ്മുടെ പുതിയ മെമ്പർ മഹേന്ദ്ര സാർ 3 ഡോറിൻ്റെ കുറച്ചൊരു റിവ്യൂ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു മിനി വ്ളോഗാണ്. അപ്പം ഞാനിത് എൻ്റെ വീട്ടിലാണുള്ളത്. ഇത്രയും നാൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഇഗ്നീസ് ഇവിടെ ഉണ്ടായിരുന്നു, ഇഗ്നീസ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പുതിയ മഹേന്ദ്ര സാറുണ്ട് കൂടെ. അപ്പം ഒരുപാട് പേര് വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് എന്തുകൊണ്ടാണ് 3 ഡോർ എടുത്തത്, റോക്സ് എന്താ എടുക്കാഞ്ഞേ, അതേപോലെ മാനുവലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്, എന്താ ഓട്ടോമാറ്റിക് എടുക്കാഞ്ഞേ. കാരണം ഇപ്പോൾ എല്ലാവരും മോസ്റ്റ്ലി ഓട്ടോമാറ്റിക്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പം എന്തുകൊണ്ട് മാനുവൽ എടുത്തു, ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഈ വണ്ടി ലോഞ്ച് ചെയ്ത് 2020 ഓഗസ്റ്റിലാണല്ലോ, ഓഗസ്റ്റ് 15-നാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റി, റിവ്യൂ എടുക്കാൻ വേണ്ടി പറ്റി. ആ സമയത്തെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ഈ ഒരു മഹേന്ദ്ര സാറ്. അപ്പോൾ അത് ഡ്രീം ചെയ്ത് അച്ചീവ് ചെയ്തൊരു വാഹനമാണ്. അപ്പം വളരെ കാത്തിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡലിലേക്ക് പോയത്. അതും മാനുവൽ, അതിൻ്റെ ആ ഒരു ത്രില്ലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെ അങ്ങനെ ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തതും. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വണ്ടിയുടെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ഫോറസ്റ്റ് ഗ്രീൻ ആയിട്ടുള്ള കളറാണ് കേട്ടോ. കണ്ടോ, ഒരു ഡാർക്ക് ഗ്രീനാണ്. കുറച്ച് നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നൊരു കളർ കൂടിയാണ്. കാരണം ഒരുപാട് കോമൺ കളേഴ്സ്, ബ്ലാക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ബ്ലാക്ക് ഒരുപാട് ആളുകളിലുണ്ട്. അതേപോലെ വൈറ്റ് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു കളർ കുറച്ച് യുണീക്ക് ഐഡൻറ്റിറ്റിയിൽ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗ്രീൻ, അതുകൊണ്ട് ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത്. അപ്പം പിന്നെ മോഡിഫിക്കേഷൻ പാർട്ട് എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻജിൻ ഗാർഡും റേഡിയേറ്റർ ഗാർഡും വെച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടാണല്ലോ ഇത്. കാരണം അത്യാവശ്യം ഒരു ഓഫ് റോഡ് പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിലും പെട്ടെന്ന് എൻജിനോ ഒന്നും അടി കിട്ടരുതല്ലോ, റേഡിയേറ്ററിനൊന്നും അടി കിട്ടരുത്. അതുകൊണ്ട് അങ്ങനെ ഗാർഡ് ആദ്യം തന്നെ വാങ്ങി വെച്ചു. പിന്നെ ബാക്കി മോഡിഫിക്കേഷൻ സൈഡ് അധികമൊന്നും ചെയ്തിട്ടില്ല, ഇനി പതുക്കെ ചെയ്യണം. ഇപ്പം ഇന്നലെ ചെറിയൊരു ഓഫ് റോഡ് വാഗമണ്ണ് പോയിട്ട് വന്ന് കിടക്കുന്നൊരു കിടപ്പാണ്, കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂസ് എടുത്താണ്. പെട്രോൾ, ഡീസൽ, ഓട്ടോമാറ്റിക്, കൺവേർട്ടബിൾ ടോപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലെയും നമ്മൾ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ റിയസൈലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ളൊരു ഡിഫിക്കൽട്ടി എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവമാണ് അത്. ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തത്. കാരണം അച്ഛന് എക്സ്പ്രസ്സോ ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആളതിൽ ഹാപ്പിയാണ്. പിന്നെ അമ്മയും ഞാനും ഞങ്ങൾ 4 പേരുമാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്, അല്ലെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും കൂടെ ചില്ല് ചെയ്ത് പോകാൻ ഓക്കെയാണ്. അപ്പോൾ ഇനി നേരെ കോട്ടയത്തിന് പോവാണ്. നമ്മുടെ ഡാഷ് ക്യാം ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പം ഞാനിതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സാധാരണ നമ്മൾ സീറ്റൊക്കെ ആണെങ്കിൽ ഒരു മിഡായിട്ട് ഇട്ടിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ കയറിയപ്പം മാക്സിമം സീറ്റ് ഫ്രണ്ടിലേക്ക് വെച്ചാൽ ക്ലച്ച് എത്തത്തുള്ളൂ, അതുകൊണ്ട് മാക്സിമം കയറ്റിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ ആണെങ്കിൽ ഏറ്റവും താത്തിട്ടാണ്. അതാണ് ആ ഒരു കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷൻ എൻ്റെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഡ്രൈവ് എടുക്കാം. അപ്പം ഈ വണ്ടി ഇപ്പോൾ ഓൺ റോഡ് ഇറങ്ങിയപ്പം 19 ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ ഓൺ റോഡ്. ഇപ്പോൾ ഓഫേഴ്സോ കാര്യങ്ങളൊന്നും അധികം അവൈലബിൾ അല്ല. പിന്നെ 3 ഡോർ ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ ലൈനിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ലൈനിൽ കുറവാണ്, അപ്പം അതുകൊണ്ട് ഭയങ്കര താമസമായിരുന്നു വണ്ടി കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇന്ത്യയിൽ കുറച്ച് പുഷ് ചെയ്തുകൊണ്ടൊക്കെയാണ് കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടിയത്. അതേപോലെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റി ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പം എടുത്തിട്ട് ഇപ്പോൾ 2685 കിലോമീറ്ററായി. 1000 കിലോമീറ്ററിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, എറണാകുളത്താണ് ചെയ്തത്. അപ്പം ജസ്റ്റ് ബേസിക് ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ബാക്കി ഇനി അടുത്തൊരു 10000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്, സെക്കൻഡ് സർവീസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ വേറെ കാര്യങ്ങളൊന്നും, ഫ്രീ സർവീസ് ആയിരുന്നു. പിന്നെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഇപ്പോൾ ആയിടൊന്നും എടുത്തിട്ടില്ല, എടുക്കണം. അത് ഏകദേശം ഒരു 33,000 രൂപയോളം ആണ് എക്സ്റ്റൻഡ് വാറണ്ടിക്ക് അവർ റേറ്റ് പറയുന്നത്. ഇപ്പം സാധാരണയായിട്ട് 3 വർഷമോ അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററോ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട്. അപ്പോൾ അതിൽ സേഫാണ്, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഓവറോൾ ഡ്രൈവിംഗ് കംഫർട്ട് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മളൊരു ഹൈറ്റ്, കുറച്ചൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിലുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. അത് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും. ഭയങ്കര രസമാണ് കൊണ്ടു നടക്കാൻ വേണ്ടി. വീട്ടിൽ ചെറിയൊരു ആനയുള്ള പോലെ അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ പവർ എടുത്തു പറയേണ്ട കാര്യമാണ്, ഓവർടേക്കിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. പിന്നെ ഇടയ്ക്ക് ഇപ്പം അറിയാമല്ലോ OBD2 ഒക്കെ വന്നപ്പോഴത്തേക്കും BS6 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആദ്യം ഒരുപാട് കാലം എടുക്കാതൊക്കെ ഓടിച്ചു. അപ്പം ഈ ഡെഫിൻ്റെ വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റീജനറേഷൻ ചെയ്യണം. അപ്പോൾ 40ക്ക് മുകളിൽ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വാർണിംഗ് അങ്ങ് പോവും. റീജനറേഷൻ അത് ആവശ്യമാണല്ലോ.
പിന്നെ ഓവറോള് ആ ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്താണ്. കംഫർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ താറ് റോക്സ് നോക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ചുകൂടെ നമ്മൾ SUV കാസൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ കൊണ്ടു നടക്കാം. ആ ഒരു ഫീലല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫീലിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ മാനുവൽ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ സ്മൂത്താണ്. പിന്നെ ഈ ആകെപ്പാടെ പെടുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ, കൊച്ചിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോക്കിലൊക്കെ പെടുമ്പോഴത്തേക്കും ക്ലച്ച് താങ്ങി ആ സമയത്ത് മാത്രം നമുക്ക് ക്ലച്ച് കുറച്ച് ഡിഫിക്കൽട്ടി ഫീലുണ്ട്. കാരണം കുറേ നമുക്കറിയാലോ, അല്ലാതെ വരുമ്പോഴത്തേക്കും ഓക്കെയാണ്. പിന്നെ ഓവറോൾ മൈലേജ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2655-56 കിലോമീറ്റർ ആയല്ലോ. മൈലേജ് ഇപ്പോൾ ആവറേജ് കാണിക്കുന്നത് 14.5 ആണ്. ഡ്രൈവിങ്ങിൻ്റെ ഗുണം ശരിക്കും ഇത് അത്ര ആക്യുറേറ്റ് അല്ല. ഒരു ആവറേജ് ഒരു 12-13 കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, ഫ്യൂവൽ എഫിഷ്യൻസി പാട്ട് വലിയ കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ ഓവറായിട്ട് റാഷ് ഡ്രൈവ് ആണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ എഫിഷ്യൻസി കട്ടാകത്തുള്ളൂ. നമ്മൾ സമാധാനമായിട്ടുള്ള ഡ്രൈവ് ആണല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കഥകൾ. എന്നാലും ഈ ഒരു വണ്ടി ഇനി ലൈഫിൽ ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ 2014 മുതലേ ഓഫ് റോഡിങ് മേഖലയിലുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെയും ഒരുപാട് ക്ലബ്ബുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് വണ്ടികൾ. അപ്പോൾ അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വേറെ വൈകിട്ടാണെങ്കിലും ഞാനൊരു 4x4 എടുത്തു. ഒരുപാട് സന്തോഷം. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരുപാട് കടമ്പകളുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ, വണ്ടി മാത്രമല്ലല്ലോ ലൈഫ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓടിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ഓടിക്കണം, അതിൻ്റെ കൂടെ പ്രൊഫഷൻ കീപ്പ് ചെയ്യണം, റേസ് റാലി ഒക്കെ കീപ്പ് ചെയ്യണം. പിന്നെ അപ്പോൾ ഇത്രയും സമയം എടുത്തു ഒരു വണ്ടി എടുക്കാൻ. എന്നാലും ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മുടെ ഈ ഒരു പുതിയ മഹീന്ദ്ര ഥാർ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ഈ വണ്ടിയിൽ ചെയ്യുന്ന അപ്ഡേഷനും അല്ലെങ്കിൽ ഇതിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആഡ് ചെയ്യാം. എല്ലാവരുടെയും പ്രാർത്ഥനയിലും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുഞ്ഞൊരു സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു.